ഹലോ, ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ? ഹൈ എല്ലായിടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനായാലും നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാം കേട്ടോ. അതുപോലെ നിങ്ങളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ വെർമിസെല്ലിയിൽ സേമിയം അതെടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാനൊന്ന് റോസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പാക്ക് റോസ്റ്റാക്കിയതാണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലും ചേർത്ത് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവാള കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇതിൽ സവാളയും അതുപോലെ നമ്മുടെ തക്കാളിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ സവാള ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇനിയിപ്പം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിനാവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ തക്കാളി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. നമുക്ക് ഈ ഒരു സേമിയം ഒരു ഹാഫ് കുക്കായിട്ടാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമുക്കതിലേക്ക് സേമിയം ചേർത്ത് കൊടുക്കുക കേട്ടോ. സേമിയം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ സേമിയം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയായി. അതാ ഈ ഒരു ഹാഫ് കുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഹാഫ് കുക്കിൽ തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുക. കുട്ടികൾക്ക് മസ്റ്റായിട്ട് ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക.